അവർക്കും വാങ്ങാൻ പറ്റില്ല. രണ്ട്, ഇത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. തലക്ക് സുഖമില്ല തോന്നുന്നല്ലേ അല്ലേ? ഇത് വേണം. ഇത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ 1 കോടി രൂപ വാങ്ങാനുള്ള അവസരമുണ്ട്. പക്ഷെ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ ആർക്കും വേണമെങ്കിൽ പറ്റും. അപ്പൊ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 കോടി നേടാം അല്ലേ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ല. നിങ്ങൾക്ക് എന്തില്ല? നമ്മൾ പഠിച്ചു സെൽഫ് കോൺഫിഡൻസ്. എന്താ സെൽഫ് കോൺഫിഡൻസ്? ആത്മവിശ്വാസം. എന്താ ഇല്ലാത്ത? എന്തുകൊണ്ടില്ലാത്ത? നമ്മൾ ഇത്രയും നാളും നമ്മൾ ജീവിച്ചപ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്ത് കയറി? നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ആത്മവിശ്വാസത്തെ കുറിച്ച് ഒരാഴ്ച നമ്മൾ അല്ലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ബ്രെയിൻ ഇത്തരത്തിലുള്ള ഒരു ടാങ്ക് പോലെയാണെങ്കിൽ മിനിശിവൻ എത്ര വയസ്സായി? 56 വർഷം കൊണ്ട് നെഗറ്റീവ് 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 പോസിറ്റീവ് നെഗറ്റീവ് 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 പോസിറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ 100 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 100 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ 95 നെഗറ്റീവും 5 പോസിറ്റീവും ഉള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നില്ല? ഇത് കുറെ കേട്ടതാ ശരിയല്ലേ? കാരണം എന്താ? നിങ്ങൾക്ക് തെളിവെന്താണ്? നിങ്ങളുടെ ബ്രെയിനിൽ എന്തുള്ളൂ? നിങ്ങൾക്കൂടി ഇതൊന്നും പറ്റില്ല എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. പക്ഷേ ആകെ 3-4 പോസിറ്റീവുകൾ എന്തൊക്കെയോ, ബാക്കിയൊക്കെ എന്താണ്? നടക്കില്ല ചേട്ടാ, സാറ് വിചാരിച്ചാൽ ഇതൊന്നും ഞങ്ങൾ വാങ്ങില്ല ചേട്ടാ അല്ലേ എന്ന് നിങ്ങളെ കൊണ്ട് ആര് പറയും? നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് പറയും. ശരിയാണോ? അല്ല, അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഇവിടെ കയറിക്കെടുക്കുന്നതിന്റെ പേരിൽ പെട്ടെന്ന് നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ കഴിഞ്ഞ 2 കൊല്ലം മുമ്പാണ് ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുള്ളൂ. കാരണം ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് 23 വർഷം കഴിഞ്ഞിട്ടും എന്തെങ്കിലും ജീവിച്ചു പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാറ് മേടിക്കണം, അത്തരത്തിലുള്ള ചെറിയ ചെറിയ ചിന്തകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് മനസ്സിലായത് എൻ്റെ ബ്രെയിനിലെ ചിന്തകൾ മാറ്റിയപ്പോൾ അത് നേടിയെടുക്കാൻ പറ്റി. ഇന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 250 കോടിക്ക് മേലെ ആസ്തി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. 250 കോടിക്ക് മേലെ ഒരു ചില്ലറ ഒന്നും കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ? അതാണ് പറഞ്ഞത്, നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ 2 കൊല്ലം കൊണ്ട് 250 കോടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 2 മാസം കൊണ്ട് 1 കോടി ഉണ്ടായി കൂടെ പറ്റില്ലേ? അപ്പൊ എന്താണ് സംഭവിച്ചത്? എന്ത് വ്യത്യാസം വന്നേ? ഇപ്പൊ 2 കൊല്ലം മുമ്പുള്ള ഞാൻ എന്നെ കണ്ടവരില്ലേ? 2 കൊല്ലം മുമ്പുള്ള ഞാൻ ആരൊക്കെ എന്നെ 2 കൊല്ലം മുമ്പ് അറിയാം? ശേലിപ്പിക്കേ. 2 കൊല്ലം മുമ്പുള്ള ഞാനും ഇപ്പോഴത്തെ ഞാൻ എങ്ങനെയുണ്ട്? ആര് പറയുമോ? 2 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് കണ്ടുവരും പറയാം. ബി ഫ്രാങ്ക്, 2 കൊല്ലം മുമ്പുള്ള ഞാനും ഇപ്പോഴത്തെ ഞാൻ തമ്മിൽ വ്യത്യാസം ഉണ്ടാ? 2 കൊല്ലം മുമ്പ് കാണുന്ന സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പറയണതല്ല ബേസിസ് പറയും. കാരണം സാറിന് കൂടുതൽ ആഴത്തിൽ അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങളിപ്പോൾ ഒരു 3 വർഷം 1.5 വർഷം വന്നിരിക്കുമ്പോൾ സാറ് അത് ശരിയില്ല, അതങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഒരു പർവ്വതം പൊട്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അറിവ് കൊണ്ട്, ശരിക്കും പഠിച്ച അറിവ് കൊണ്ട് ഞങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾക്ക് അതിൽ ഒത്തിരി മാറ്റങ്ങൾ അന്ന് വന്ന നിഷാദ് സാറ് ശാരീരികവും മാനസികമായ അറിവ് കൊണ്ടും അപ്പോ അവിടെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ബിസിനസ് ഗ്രോത്ത് ഈസ് ഈക്വൽ ടു പേഴ്സണൽ ഗ്രോത്ത്. നമ്മൾ വളരണമെങ്കിൽ, നമ്മുടെ ബിസിനസ് വളരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എന്നെ വളർത്തി. ഞാൻ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ പഠിച്ചു. എങ്ങനെ 1 മാസം കൂടുതൽ പൈസ ഉണ്ടാക്കാം? അത് എന്ത് വേണം? ഞാൻ മാറണം. ഞാൻ മാറിയെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. എൻ്റെ ബിസിനസ് എല്ലാം മാറ്റേണ്ടത് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ മാറ്റിയാൽ
എൻ്റെ ബിസിനസ്സിൽ മാറ്റമുണ്ടോ, എനിക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലാവും. ക്ലിയർ? അപ്പൊ എന്ത് വേണം നമ്മൾ അടുത്ത 2 മാസം 2.5 മാസം കൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ മാറിയാൽ മതി. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് സാധിക്കും, ഞാനത് ചെയ്തു, എനിക്കിത് ചെയ്തേ പറ്റൂ എന്നൊരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ നടന്നിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ. ഇപ്പൊ ഇവിടെ ലിൻഡു പറഞ്ഞു ഉസിലേക്ക് കൊടുക്കുന്ന 100 പേര്. പക്ഷെ ഇന്നോട് എത്ര പേരുണ്ട്? 256 പേര് ഇന്നിവിടെയുണ്ട്. ഇവിടെ ഇന്ന് 200 പേർക്കുള്ള പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വിചാരിച്ചത്. 256 പേരുണ്ട്. അപ്പൊ ഇന്ന് എന്റെ ലക്ഷ്യം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് 1 കോടി രൂപ വാങ്ങി തരാന്നുള്ളതും. പക്ഷെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും പറ്റില്ല. പക്ഷെ മറ്റൊന്നും എനിക്ക് ഗ്യാരണ്ടി തരാം. ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെ സ്വന്തമായിട്ട് 5 സെന്റ് ഭൂമിയില്ല? സ്വന്തം പേരിൽ 5 സെന്റ് ഭൂമിയുള്ള എത്ര പേരുണ്ട്? ഈ റിസോർട്ടിൽ പാർട്ട്നേഴ്സ് ആയിട്ടില്ലാത്തവർക്കോ അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവർക്കോ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഫ്രീ ആയിട്ട് ഒരു 200 പേർക്ക് 1 ലക്ഷം രൂപയുടെ റിസോർട്ടിലേക്കുള്ള ഫ്രീ എൻട്രി നിങ്ങൾ തരുന്നു. ഓക്കെ, അത് ചുമ്മാ തരില്ല. ആദ്യം പറഞ്ഞു ബിസിനസ് ഗ്രോത്ത് ഈസ് ഈക്വൽ ടു അങ്ങനെയുള്ളവർക്ക് ഫ്രീ. അതായത് ഇന്ന് കമ്പനി ഇവിടുന്ന് ഈ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം 200 പേർക്ക് 1 ലക്ഷം രൂപ വെച്ച് തരാൻ എത്ര രൂപയായി? 200 × 1 ലക്ഷം 2 കോടി രൂപ അല്ലേ? ഈ 2 കോടി രൂപ ഇന്ന് ഫ്രീ, അബ്സല്യൂട്ട്ലി ഫ്രീ. 1 രൂപ കയ്യിൽ നിറക്കാതെ ജനുവരിയിൽ വാടക തുടങ്ങുന്ന, റെന്റ് ഔട്ട് തുടങ്ങുന്ന ആ ഒരു കോട്ടേജിന്റെ ഷെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. ജനുവരി മാസം മുതൽ അതിന്റെ വാടക മേടിച്ച് കുട്ടടിക്കാം. ഓക്കെ, വേണ്ടേ? വേണോ? ഓക്കെ, അപ്പൊ നമ്മുടെ മീറ്റിംഗിന്റെ പ്രധാന അജണ്ട എന്താ? ഒന്ന് പറഞ്ഞേ. 1, 2025 ഡിസംബറോട് കൂടി എന്ത് വേണം? 1 കോടി രൂപ ഏൺ ചെയ്യാനുള്ള ഐഡിയ എന്ന് പറഞ്ഞുതരാം. 2, ഈ മാസം അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ പേരിൽ ഫ്രീ ആയിട്ട് എന്തെല്ലാം 1 ലക്ഷം രൂപയുടെ കോട്ടേജ്. അതോടൊപ്പം തന്നെ ഈ 1 ലക്ഷം രൂപയുടെ കോട്ടേജ് കിട്ടുമ്പോൾ 2,75,000 രൂപ പോക്കറ്റ് മണിയും തരാം. മതിയോ? മതിയോ? ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പുതുതായിട്ട് വന്ന ഒരാൾക്ക് പോലും ഇത് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം പറയാം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊന്നും പറ്റില്ല. എങ്ങനെ? ഇപ്പൊ സമയം 11:45, പക്ഷേ 5 മണിയാകുമ്പോൾ നിങ്ങൾക്കൊന്നും പറ്റും. ക്ലിയർ ആയോ? കാരണം 2,73,000 രൂപ ഉണ്ടാക്കാനുള്ള പണി ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? 2,73,000 രൂപ 19 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ അതോടൊപ്പം അതിന്റെ കൂടെ അല്ലെ ഒരു പാർട്ണർഷിപ്പ്, അത് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്ത് ചെയ്യും? അത് നമ്മൾ ഇന്ന് വൈകിട്ട് 5:30 പ്രോഗ്രാം അവസാനിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പ്രയത്നം നമ്മൾ ഇന്ന് തുടങ്ങാം. അറിയണേ? യെസ്. അപ്പൊ ഇന്നത്തെ ലക്ഷ്യം എന്താ? ഡിസംബർ 31 1 കോടി രൂപ നേടിയെടുക്കണം. 2, ഈ മാസം 2,73,000 രൂപ നേടണം. ഓക്കെ ആണോ? റെഡിയാണോ? തുടങ്ങില്ല? റെഡിയാണോ? ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അതായത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കരുത്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ എന്ത് പഠിപ്പിച്ചെന്നു? ഈ ബ്രെയിനിൽ എന്താ ഉള്ളത്? കഷ്ടപ്പെട്ട് വേണം പണം ഉണ്ടാക്കാൻ. ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു. അച്ഛനോട് ആര് പറഞ്ഞു? അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ അച്ഛൻ ആരോട് പറഞ്ഞല്ലേ? ഇതിങ്ങനെ പറഞ്ഞു നമ്മളോടും പറഞ്ഞു. ലാസ്റ്റ് എന്തായി? നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ട്? പണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒന്നാണ്. എന്നിട്ട് എന്തായി? കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എവിടെ എത്തി? ചേട്ടന്മാരെ
കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എവിടെ എത്തി? എങ്ങും എത്തിയില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, പണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒന്നല്ല, പണം ഈസി ആയിട്ട് ഉണ്ടാക്കണം. അതായത് വേർക്കാതെ പൈസ ഉണ്ടാക്കാൻ പഠിക്കണം. അതിന് പറ്റിയ സാധനത്തിന്റെ പേരാണ് ബിസിനസ്. ക്ലിയർ ആയോ? ബിസിനസ് വേർക്കാരല്ല. ഈ ബിസിനസ് ഉദ്ദേശിക്കുന്നത് ചുമ്മാ റോട്ടിലിട്ട് വിൽക്കണം, അതൊന്നും കച്ചവടമല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് 100 പേരെങ്കിലും പണിക്ക് വെച്ചിട്ട് അവരെ പണിയെടുപ്പിച്ചിട്ട് മെന്റാൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ബിസിനസ്. ഓക്കെ, എന്താ ബിസിനസ് ആണ്? 100 പേരെങ്കിലും പണിക്ക് വെച്ചിട്ട് നമ്മൾ കൈ കെട്ടി നോക്കിയിരിക്കും, ഡാ അത് ചെയ്യണം, ഡാ ഇത് ചെയ്യണം, മറ്റേതാ, ഇങ്ങനെ ചെയ്യുന്ന മുതലാളിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ബിസിനസ് ഓണർ. മറ്റേതോ സെൽഫ് എംപ്ലോയി. അത് മതി, അത് മതി. ഏത് സംഭവം ചുരിദാറിന്റെ കച്ചവടമൊക്കെയാണ്, പക്ഷെ എന്താണ്? സെൽഫ് എംപ്ലോയി ആണ്. അത് കച്ചവടമല്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. നമ്മളിൽ ഒന്നും നടക്കില്ല. ശരിയല്ലേ? ഇന്നലെ കണ്ണൂരും കാസർഗോഡും തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളും പ്രോഗ്രാമാണ്. എനിക്ക് അറിഞ്ഞുകൂടും, ഗ്രൂപ്പിൽ കാണുമ്പോൾ ഞാൻ കാണും. ക്ലിയർ ആയോ? ഇപ്പം ഇന്ന് ജസ്പേനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ പല സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എന്താ പണി? എൻ്റെ പണി എന്താ? ഞാൻ എങ്ങനെ പൈസ അങ്ങനെ പറയാം. രാവിലെ 8 മണിക്ക് സൂമിൽ വിളിച്ച് 1 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ കുറെ കാശ് കൊടുക്കുക. എന്തൊരു സുഖ! 1 മണിക്ക് പോകണ്ടേ? 1 മണിക്ക് പോകണ്ട, സീരിയസ്ലി അല്ലേ? നിങ്ങൾ ആലോചിക്കുക, എൻ്റെ പണി എന്താ? ഇതിനുള്ള പണി. അപ്പൊ ഞാനെന്താ പറയണേ? എന്നെ പോലെ അവനെ പറയണം. അപ്പൊ എന്നെ പോലാണ് എന്ത് വേണം? ടീം ബില്ല് ചെയ്യണം, അല്ലെ? ആ ടീം ബില്ല് ചെയ്ത് കുറച്ച് പേരെ, ഇവിടുത്തെ രസം എന്താണെന്നറിയോ? തൊഴിലാളികളെ സിദ്ധിച്ചവർക്ക് ശമ്പളം കൊടുക്കും. ഞാൻ എന്താ ചെയ്യണേ? ശമ്പളം കൊടുക്കില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ശമ്പളം തന്നേ? ശമ്പളം. അപ്പോ മിക്ക ആളുകളും എംപ്ലോയീസ് ആണ്. 10% ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സ് 1% ഉള്ളൂ. ഓക്കെ, കേരളത്തില് 143 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അല്ലേ? കേരളത്തിലോ? കേരളത്തിൽ എത്രണ്ട്? 3.5 കോടി. 3.25 കോടി അല്ലേ? അതിൽ 1% ഉള്ള ആര്? ഇൻവെസ്റ്റേഴ്സ്. 10% ബിസിനസ് ആരും, 89% എംപ്ലോയീസുമാണ്. അപ്പൊ ഈ ബിസിനസ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സിന്റെ കാറ്റഗറി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇവര് ഈ എംപ്ലോയീസിന് എങ്ങനെ പൈസ കിട്ടണേ? എംപ്ലോയീസിന്, അതായത് മറ്റൊരാൾക്ക് നിങ്ങളുടെ സമയവും എനർജിയും കൊടുത്താൽ അത് ശമ്പളം തരും, അല്ലെ? അതാണ് എംപ്ലോയീസ്. എന്ത് കൊടുക്കണം? തൊഴിലാളികൾക്ക് നിങ്ങളുടെ സമയവും എനർജിയും കൊടുക്കുമ്പോൾ ശമ്പളം കിട്ടും. ഇതല്ലേ ഭൂരിഭാഗം പേരും, അല്ലെ? പക്ഷെ അവിടെ എന്ത് കിട്ടുള്ളൂ? കുറച്ച് പൈസ കൂടുതൽ സമയം ഉണ്ടാക്കാം എംപ്ലോയി ആയിരുന്നാൽ. അപ്പൊ എംപ്ലോയി കുഴപ്പമെന്താ? കുറച്ച് പൈസ കൂടുതൽ സമയം കൊണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ എന്തായാൽ മതി? എംപ്ലോയി. ബിസിനസ് ആണെങ്കിലോ 10%. എന്താണ് ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ? ഇവിടെ എന്ത് കൊടുത്തു? സമയവും എനർജി. ഇവിടെയോ കഴിവ്. നിങ്ങളുടെ പണം നിങ്ങളുടെ കഴിവും കൊടുത്താൽ എന്ത് കിട്ടും? അത് ബിസിനസ്. ഓക്കെ, അതാണ്. അതിൽ 10% ആളുകളെ ഉള്ളൂ. പിന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ എന്ത് കൊടുക്കണം? പണം കൊടുക്കണം. ഇവിടെ കഴിവല്ല കൊടുക്കേണ്ടത്, പണമാണ് കൊടുക്കേണ്ടത്. അപ്പോ ഇതാണ് അൾട്ടിമേറ്റ് നമ്മൾക്കാകേണ്ടത്. ആര്? ഇൻവെസ്റ്റർ. എല്ലാ മാസവും മിണ്ടാതിരുന്ന് പണം വാങ്ങിക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ 32 കോട്ടേജുകൾ പണിത് വാടക കൊടുക്കുമ്പോൾ ജനുവരി മാസം മുതൽ കമ്പനിക്ക് എന്ത് കിട്ടും? എല്ലാ മാസവും ഏറ്റവും ചുരുങ്ങിയത് 38 ലക്ഷം രൂപ കമ്പനിക്ക് പ്രോഫിറ്റാണ്. ജനുവരി മാസം മുതൽ കമ്പനിക്ക് 38 ലക്ഷം രൂപകൾ എന്ത് കിട്ടും? ഇൻവെസ്റ്റർ പറഞ്ഞ രീതിയിൽ കിട്ടും. എന്ത് ചെയ്തു കമ്പനി? കമ്പനി നിങ്ങളുടെ കൂടെ ചേർന്ന് ആ ബിസിനസ്സിലൂടെ, കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വേറെ ഉണ്ട്, അല്ലെ? ബിസിനസ്സിലൂടെ പൈസ കിട്ടും, ഇൻവെസ്റ്റ്മെന്റിലും പൈസ കിട്ടും. എന്റെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്? ഇപ്പോൾ എവിടെയുണ്ട്? ഇവിടെ ഇരിക്കുന്ന ലീലാമേന്തി ഇൻവെസ്റ്റർ.
പക്ഷേ ബിസിനസ്സുകാർ കുറച്ച് ചെറുതായിട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ കുറച്ച് പേർക്ക് ഡയറക്റ്റ് ടീം സെറ്റായി വരുന്നുള്ളൂ. ഷെയർഡി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? കുറച്ചുണ്ട്, ഇവിടെയുണ്ട്, പക്ഷെ എംപ്ലോയി അല്ല. പക്ഷേ ഈ എന്താണ് ഈ എംപ്ലോയിയുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ 100 കോടി രൂപ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും. എത്ര? 100 കോടി രൂപ മൊത്തത്തിൽ ഇവിടെ ഈ 100 കോടി രൂപ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ചിലവാക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് റിസർവ് ബാങ്കിൽ. ഈ 100 കോടി രൂപ എടുത്താൽ ഇതിൽ 89 കോടി രൂപയുള്ളത് എവിടെയെന്നറിയും? ഇവരെ കയ്യിൽ. ആരുടെ കയ്യിലാണ്? ഇൻവെസ്റ്റേഴ്സ് യൂസഫ് അലിക്കാരുടെ കയ്യിലും കൊച്ചൗസഫ് ചിറ്റലയുടെ കയ്യിലും രവി പിള്ളയുടെ കയ്യിലുള്ള എത്ര ഉള്ളത്? 89%. 89 കോടി രൂപയുള്ള ഇവരെ കയ്യിലാണ്. പിന്നെ 10 കോടി രൂപയുള്ളത് ബിസിനസ്സുകാരുടെ കയ്യിലാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്ങനെയുള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഇവരെ കയ്യിലാണ് എന്തുള്ളത്? 10 കോടി രൂപ. 1 കോടി അവരുണ്ട് എംപ്ലോയീസിന്റെ കയ്യിൽ. ഒന്ന് ആലോചിച്ച് നോക്കണമല്ലോ. ഇവർ ഈ കിടന്ന് ഈ പൈസക്ക് വേണ്ടി രാവിലെ പണിക്ക് പോവും, ഓർഡർ ആവട്ടെ വൈകുന്നേരോട് ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ജോലിക്ക് പോകുന്നു, കിട്ടുന്ന പൈസ കൊണ്ട് കച്ചവടക്കാർ കൊടുക്കും. ശരി, എന്താ ചെയ്യുക? കച്ചവടക്കാർ എന്ത് ചെയ്യും? ലോൺ എടുത്തിട്ട് ആർക്ക് കൊടുക്കും? ഇവരെ ബാങ്കിൽ നിന്ന് കൊടുക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കണം. എങ്ങനെ? അതായത് ഇവർ പണിക്ക് പോകും. ആർക്ക് വേണ്ടിയിട്ടാ? ബിസിനസ് എടുക്കാൻ വേണ്ടി ഇവർ പണിക്ക് പോകും. ബിസിനസ്സുകാർ എന്ത് ചെയ്യും? ശമ്പളം കൊടുക്കും. ആ ശമ്പളം ഇവർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ബാങ്കിൽ കൊണ്ട് കൊടുക്കും. ഇങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കണം അല്ലേ. അപ്പൊ ഇവരാണ് എവിടെ പോയിക്കൊണ്ടിരിക്കണേ? നേരത്തെ പറഞ്ഞ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവർ. അതായത് 20 മുതൽ 30 കൊല്ലം കൊണ്ടും സമ്പന്നനാകാം. ഏതാ ഫിനാൻഷ്യൽ മാർക്കറ്റ്? ക്രിപ്റ്റോ കറൻസി, ഷെയർ ട്രേഡിങ്, പിന്നെ മ്യൂച്വൽ ഫണ്ട് ഒക്കെ 9%, 10% ഗ്രോത്ത് ഉള്ളൂ. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ പൈസ ഇട്ട് ഡബിൾ ചെയ്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇട്ടിട്ട് നമുക്ക് സമ്പന്നനാകാം. ഓപ്ഷൻ 3 റിയൽ എസ്റ്റേറ്റ്. 10 മുതൽ 15 കൊല്ലം കൊണ്ടും സമ്പന്നനാകാം. ഈ 3 ഓപ്ഷൻസ് ആണ് ഇന്നിവിടെ നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഒരു നിങ്ങളുടെ കയ്യിൽ എംപ്ലോയിയുടെ കാര്യം തീരുമാനം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇൻവെസ്റ്റർ ആയിട്ട് പൈസ ഉണ്ടാക്കുന്ന 3 വഴികളാണ്. 1 ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 2 ഫിനാൻഷ്യൽ മാർക്കറ്റ്. സ്വർണം വാങ്ങിച്ചിടാം, അത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. സ്വർണം, അതായത് ഇവിടെ ചില തെറ്റിദ്ധാരണയുണ്ട്. സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ജ്വല്ലറിയിൽ നിക്ഷേപിക്കലല്ല. എങ്ങനെ? സ്വർണത്തിൽ നിക്ഷേപിക്കുക. ചിലർ കാണാം സ്വർണ്ണക്കട നടത്താൻ വേണ്ടിയിട്ട് അൽ മുക്താർ ജ്വല്ലറി പോലുള്ള ജ്വല്ലറി കൊണ്ട് പൈസ കൊടുക്കും. എന്ത് പറ്റും? അവരെ പിടിപ്പേട് കൊണ്ട് ആ ജ്വല്ലറി അല്ലെ അറ്റ്ലസ് രാമചന്ദ്രന്റെ പറ്റി പൊളി അല്ലേ. അപ്പോ സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി പണം കൊടുക്കലല്ല, സ്വർണം വാങ്ങി വീട്ടിൽ വെക്കലാണ് എൻ്റെ ഫീസ്. സ്വർണം വാങ്ങിയിട്ട് വീട്ടിൽ വെക്കാം. എന്തേ? നമ്മുടെ സ്വർണം, എൻ്റെ സ്വർണം ആ രീതിയിൽ പറയാൻ പറ്റും. മറ്റൊരു സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുത്താലോ അവർ സ്വർണം കച്ചവടം ചെയ്യും, പൊട്ടിയാൽ പോയി അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്വർണം വാങ്ങി വെക്കാനുള്ളത്. ഈ 3 രീതിയിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല. അപ്പൊ നമുക്ക് ബാക്കിൽ ഒന്നുകൂടെ പറയാം. 3 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 1 ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുണ്ട്? അതായത് 1 സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. 2 മറ്റാരെങ്കിലും സ്വർണ്ണക്കട പോലുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ നിങ്ങൾ പണം കൊണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? മിണ്ടാതിരിക്കുക. പക്ഷെ പൊട്ടിയ പോയി. ബിസിനസ് അങ്ങനെയാണ്. സ്വന്തം ചെയ്താലും മറ്റുള്ളവർക്ക് കൊടുത്താലും റിസ്ക് ഉണ്ട്. കിട്ടിയാൽ പോയാൽ പോയി. ഇവിടെ ആണെങ്കിലും ഫിനാൻഷ്യൽ മാർക്കറ്റിലാണെങ്കിലും സെയിം അല്ലേ. മ്യൂച്വൽ ഫണ്ട് ആയാലും SIP ആയാലും ഏതിലായാലും എന്തുണ്ട്? കിട്ടി പോയാൽ പോയി അല്ലേ. അവിടെ എന്തില്ല? ക്യാപിറ്റൽ പ്രിസർവേഷൻ ഇല്ല. പക്ഷേ ഭൂമിയിൽ സേഫ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഓരോ ഇൻഡസ്ട്രി, ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ്. കാരണം ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭൂമി തന്നെ എന്ത് തരുന്നുണ്ട്? നമുക്ക് ഡോക്യുമെന്റ് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പ്രത്യേകത എന്താണ്? എന്താ പ്രത്യേകത? റിയൽ എസ്റ്റേറ്റ് 10 മുതൽ 15 കൊല്ലം കൊണ്ട് സമ്പന്നമാവാന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ ലാൻഡ്, ബിൽഡിംഗ്, ഭൂമി വാങ്ങാം, ഭൂമിയിൽ വീട് പണിത് വിൽക്കാം, ബിൽഡിംഗ് ഉണ്ടാക്കി വിൽക്കാം, വാടകയ്ക്ക് കൊടുക്കാം. പിന്നെന്തുണ്ട്? വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മുറിച്ച് വിൽക്കാം. ഇങ്ങനെ പിന്നെന്തുണ്ട്? നാച്ചുറൽ റിസോഴ്സസ്. ഭൂമി വാങ്ങിയിട്ട് കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതും വിറ്റ് നമുക്ക് ജീവിക്കാം, സമ്പന്നാവാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് 10 കൊല്ലം 15 കൊല്ലം പിടിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തേ? നെക്സ്റ്റ് ഇവിടെ അവിടെ ഇന്നോവേഷൻ കൊണ്ടുവന്നു.
ഇന്നോവേഷൻ. ഓപ്പറേഷൻ മസിൽ ഓക്കെയാണ്, റിലേഷൻഷിപ്പ് മസിൽ ഓക്കെയാണ്. പക്ഷേ ഈ രണ്ട് മസിൽ വർക്ക് ചെയ്യുന്നില്ല. എന്താണ്? മൂന്നാമത്തെ മസിലിന്റെ പേരാണ് ഇന്നോവേഷൻ മസിൽ. എന്താണ്? പുതിയത്, ആരും ചെയ്യാത്തത് അല്ലേ? ഇപ്പൊ ഇവിടെ യൂട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട്. എന്താ ഗുണം? നിങ്ങൾക്ക് പലയിടത്തും പരസ്യം ചെയ്ത പൈസ കിട്ടും. പക്ഷെ എന്താ കുഴപ്പം? എല്ലാരും ചെയ്യുന്നു. എല്ലാരും ചെയ്യുമ്പോൾ എന്തോ ഡിമാൻഡ് ഇല്ല. കിട്ടിയ വില അല്ലെ കപ്പിച്ച എമൗണ്ട് കിട്ടിയിട്ട് ജീവിച്ചു പോവാം. അങ്ങനെ പറ്റുള്ളൂ അല്ലെ? നിയാസ് മുനീർ അല്ലെ? അല്ല മുനീറ, നമുക്ക് എന്തൊരു ഇൻഫ്ലുവൻസ് ആയത് എന്തേ കിട്ടുള്ളൂ? ഒരു വീഡിയോ ചെയ്താൽ 5-10 രൂപ കിട്ടി അല്ലെ? അതുകൊണ്ട് നമുക്ക് മറ്റു മേക്ക് ഓവർ കാര്യം പറഞ്ഞപ്പോൾ എന്ത് ബാക്കി ഉണ്ടാവും അല്ലെ? പക്ഷെ എന്ത് വേണം? ആരും ചെയ്യാത്താണെങ്കിലോ? ഇപ്പൊ യൂട്യൂബറായിട്ട് ഇവിടെ മുനീർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തുണ്ട്? മുനീർ ഇൻഫ്ലുവൻസർ വരുന്നു 10 ലക്ഷം രൂപ ഒരു ജ്വല്ലറിയുടെ പരസ്യം മേടിച്ചുകൂടെ? പക്ഷെ ഇപ്പൊ എന്താ കുഴപ്പം? മുനീർ 10 ലക്ഷം പറഞ്ഞ പിന്നാലെ 5000 രൂപ കാണുന്നുണ്ട്. അവിടെ എന്തില്ല? ഇന്നോവേഷൻ മസിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇതിലെന്ത് വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റും? എല്ലാവരും ചെയ്താൽ അവിടെ ഡിമാൻഡ് ഇല്ല, നമ്മൾ പറഞ്ഞ പൈസ കിട്ടില്ല, അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അതേസമയം ഇന്നോവേഷൻ കൊണ്ടുവന്നാലോ നമ്മൾ പറയുന്ന പൈസ കിട്ടും, പറയുന്ന പൈസ. ഇനി അത് ഇന്നോവേഷൻ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതിൽ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ചെയ്യാനും പാടില്ല. എങ്ങനെ? അത് വലിയ ടീമിനെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണം. മറ്റേതോ നമ്മൾ തന്നെ കഥ, തിരക്കഥ അല്ലെ? കഥ, തിരക്കഥ, സംഭാഷണം, എക്കോ ഫ്രണ്ട്ലി അല്ലെ? നമ്മുടെ ശ്വാസം ശുദ്ധമായിട്ട് ശ്വസിക്കാൻ പറ്റും. മാത്രമോ അകത്ത് സ്വിമ്മിംഗ് പൂളില് നീന്തി കുളിക്കാം. അത് ഭാര്യയായിട്ടാണെങ്കിലോ ആദ്യത്തെ കമ്പനിയാണ്. മനസ്സിലായെന്നാണ് ഇല്ല പറഞ്ഞു. നിങ്ങൾക്ക് ആരോട് ചങ്കുരുത്തോടെ പറയാം. ലോകത്തിൽ ആദ്യമായിട്ട് 7000 കോടി ബിസിനസ് ചെയ്തിട്ട് 7000 കോടി ലാഭം. അതെങ്ങനെ പറഞ്ഞു? യെസ്, അതായത് കമ്പനിയുടെ ലക്ഷ്യം 28,000 കോടീശ്വരന്മാരുണ്ടാക്കുക. 28,000 പേർക്ക് 5 കോടി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. 28,000 പേർക്ക് 5 സെന്റ് ഭൂമി വാങ്ങിയവർക്ക് 5 കോടി വാങ്ങിച്ചു കൊടുത്താൽ 5% കമ്പനിക്ക് എത്രയുണ്ട് അല്ലേ? 25 ലക്ഷം. 25 ലക്ഷം ഇൻറ്റു 28,000 ഈസിക്കൽ ടു 7000 കോടി. ഇപ്പോഴുള്ള ലാഭമല്ല, ഫ്യൂച്ചറിൽ 7000 കോടി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി 7000 കോടി കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ട കമ്പനിയാണ് ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ്. അതിലൂടെ ഈ 7000 കോടി കച്ചവടം ചെയ്യുമ്പോൾ 1000 കോടി രൂപ നിങ്ങൾക്കുള്ളതാണ്. 7000 കോടി കച്ചവടം നോക്കുമ്പോൾ 1000 കോടി നിങ്ങൾക്കുള്ളതാണ്. എത്ര നിങ്ങൾക്ക് വേണം? ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം ഈ 7000 കോടിയിൽ നിന്ന് ഡീൽ മേക്കേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള 1000 കോടി രൂപ. ഈ 1000 കോടിയിൽ നിങ്ങൾക്ക് എത്ര വേണം പറഞ്ഞു? ജസ്റ്റ് പേ റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് ഈസ് എ സമുദ്രം. ഈ സമുദ്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പൂൺ കൊണ്ട് പോരാ. അയ്യോ സാറേ, ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ മതി കേട്ടോ. എത്ര? 1000 കോടി മതി, പലിശ വേണ്ട അല്ലേ? 10 കൊല്ലം കഴിയുമ്പോൾ 50 സെന്റിമീറ്റർ ചുറ്റളവ് മുറിച്ചു വിറ്റാല് 2 കോടി മുതൽ 5 കോടി രൂപ വരെ അല്ലേ? അപ്പൊ എന്ത് പറ്റി? നിങ്ങളുടെ 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ മക്കളെ കെട്ടിക്കാനില്ല. നല്ല കാറ് വേണോ? നല്ല വീട് വേണം, നേടിയില്ല ഇല്ലേ? കാരണം ഇപ്പൊ തന്നെ അവിടെ ചന്ദ്രമല വെച്ച് തുടങ്ങി. ഈ സ്ഥലമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് അവിടെ വലിയൊരു ഫിഗറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. 2 കോടി മുതൽ 5 കോടി രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടേക്കുന്നവര് കോട്ടേജിൽ ഷെയർ ഇട്ടുള്ളവരാരും എന്ത് ചെയ്യണം? ഒരു റിയൽ എസ്റ്റേറ്റ് ഷോപ്പിംഗ് എന്ന പോലെ 15,000 രൂപ വെച്ച് എന്ത് ചെയ്യാം? അവിടെ നിന്ന് പോട്ടേനെ ഇങ്ങനെ പറയാം. താറാവിന് മേടിച്ചു കൂട്ടാ, താറാവിനെ എന്നിട്ട് എന്ത് ചെയ്യണം? മറന്നേക്കണം. ഇങ്ങനെ പറയണത് ടച്ച് ഇറ്റ് ആൻഡ് ഫോർഗെറ്റ്. മറന്നേക്കണം. എന്ത് ചെയ്യും? താറാവ് അവിടെ കിടന്ന് വലുതാവും. 10 മുതൽ 15 കൊല്ലം കഴിയുമ്പോൾ അതിന് ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഒരു തീരുമാനം എടുക്കുക. ഞാനുണ്ട് ഈ മാസം, ഞാനും തുടങ്ങണം അല്ലേ? ഇന്ന് വിളിക്കുന്ന 250 പേര് എല്ലാവരും 15,000 EMI തുടങ്ങി വെക്കും. അപ്പൊ നമുക്ക് എന്ത്? നിങ്ങൾ വിചാരിക്കുന്ന ഈ 15,000 എന്റെ കയ്യിൽ വേണ്ടേ? നോ. ഈ 15,000 രൂപ നമ്മൾ തുടങ്ങി വെച്ചാൽ നിങ്ങൾ അറിയാതെ ഈ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരും.
ഇപ്പൊ ഞങ്ങൾക്ക് റിസോർട്ട് തുടങ്ങാൻ സത്യം പറഞ്ഞ പേടിയായിരുന്നു. കാരണം റിസോർട്ടിന്റെ സ്ഥലം 5 കോടിക്ക് വരെ സ്ഥലത്തിന് കൊടുക്കണം. പിന്നെയോ ആ റിസോർട്ട് തുടങ്ങാൻ വേണ്ടി ഹ്യൂജ് എമൗണ്ട് വേണം. ഞങ്ങൾ ചിന്തിച്ചായിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ. പക്ഷേ തുടങ്ങി വന്നപ്പോഴോ അറിയില്ല എവിടെ പണം വന്നത്. ഇത് അത്രയും ഉറപ്പായതിന്റെ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് പറഞ്ഞത്, സ്ഥലം വാങ്ങാൻ വേണ്ടി നമ്മൾ കൈവച്ചാൽ ഈ സ്ഥലത്തിലുള്ള പൈസ നമ്മൾ അറിയാതെ പ്രകൃതി തന്നെ നമ്മുടെ കൈ കൊടുത്തത്. ക്ലിയർ? ഇത് മോട്ടിവേഷൻ അല്ല കേട്ടോ, മോട്ടിവേഷൻ അല്ല. ഇവിടെ ഇരിക്കുന്ന പലർക്ക് അനുഭവം ഉണ്ടാവും, ചിലപ്പോൾ പലർക്ക് അനുഭവം ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്നപ്പോൾ ഷാഫിയോടെ ഒന്ന് ഇരിച്ചേ അല്ലേ, ഇവിടെ 500 രൂപ തരാൻ വേണ്ടി ഷാഫിപ്പെട്ട പാട്. ഇത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ടിക്കറ്റ് ഇതിൽ പറയുന്ന അക്കോമഡേഷൻ പാസ്, അവിടെ താമസിക്കാനുള്ള പാസ്, ഇതാരുടെയൊക്കെ കൈവശമുണ്ട്. ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ എന്ത് വേണം? ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ഇത് ഒരു തുറുപ്പ് കൂലാനാണ്. എങ്ങനെ? നിങ്ങൾക്ക് ഈ മാസം 1 കോടി നേടാനുള്ള തുറുപ്പ് കൂലാൻ. എന്താ കാരണം? ഒരു കസ്റ്റമർ എടുത്ത് ആരുടെ അടുത്തോ നിങ്ങൾക്ക് കയറിച്ച കയ്യിലുണ്ടെങ്കിൽ, റാഫി ഷംസുഖാൻ എടുത്ത് എന്തിനാ പോയത്? ഈ ടിക്കറ്റ് വിൽക്കാൻ പോയതാ. തിരിച്ചു വന്നതോ കോട്ടേജിന്റെ പാർട്ട്ണർഷിപ്പ് എടുപ്പിച്ചു. ക്ലിയർ ആയോ? അതായത് അനീതിനെ കാണിച്ച് ചേച്ചിനെ കല്യാണം കഴിയില്ല. എങ്ങനെ? ഇത്രേ ഉള്ളൂ അല്ലെ? നമ്മൾ ചെയ്യുന്നത് ടിക്കറ്റ് എടുപ്പിക്കാനാ അല്ലെ? അവിടെ അക്കോമഡേഷൻ പാസ് വിൽക്കാൻ ചെല്ലുന്ന വ്യാജേന ചെല്ലുന്നു, അവിടെ 2 മിനിറ്റ് പോരാ. ഓക്കെ, അപ്പൊ എന്ത് വേണം? ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. പക്ഷെ ഇത് കയ്യിലെ ഗുണം എന്താ? ഇതിന്റെ കൂടെ അവർക്ക് വാങ്ങാനായിട്ട് ഒരു വെൽനസ് പ്രൊഡക്റ്റ് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടി കമ്പനി ഇത് ഇനീഷ്യേറ്റ് ചെയ്യണം? എന്തിനു ചെയ്യണം? എന്തിനാ കമ്പനി ഇങ്ങനത്തെ ഒരു പാസ് അടിക്കാൻ കാരണം എന്താ? ഇതിന്റെ പർപ്പസ് എന്താ? അവിടെ ആർക്കെങ്കിലും എത്തുമ്പോൾ താമസിച്ചാൽ പോലെ എന്തിനു വേണ്ടി ചെയ്തു? ലീലാൻ വേണ്ടി പണ്ട് ഒരു കോട്ടേജ് സ്വന്തമായിട്ട് വാങ്ങി. ബൈ വൺ ഗെറ്റ് വൺ പറഞ്ഞപ്പോ കമ്പനി വിശ്വസിച്ച് തന്നതാ. കമ്പനി വിശ്വസിച്ച് ആദ്യത്തെ പൈസ തന്ന ഒരാളാണ്, ഫുൾ എമൗണ്ട്. ഓക്കെ, അപ്പോ ലീലാൻ വേണ്ടിക്ക് അത് വാങ്ങിയത് ചുമ്മാ വെറുതെ എടുക്കുന്ന പൈസ അല്ല. എവിടേക്ക് ഉണ്ടായിരുന്ന പൈസ തടുത്ത് കൂട്ടിയിട്ട് കൊണ്ട് തന്നു. എന്തിനാ? ജനുവരി മാസം മുതൽ ഈ പറഞ്ഞ വാടക കിട്ടാൻ, അതായത് 6 ലക്ഷം രൂപ ഇതിൽ നിന്ന് വാടക കിട്ടുമ്പോൾ ചെലവ് കഴിച്ച് ഒരു 3 ലക്ഷം കൂടിക്കോ അല്ലെ? ഈ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ലീലാൻ വേണ്ടി ഈ സാധനം വാങ്ങി. കുളിക്കല് വേറെ, അത് വേറെ, അത് സെക്കൻഡറി അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നത് ഈ കോട്ടേജ് വന്ന 4 കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത്, എന്നിട്ടും ആരോഗ്യം, അവിടെ പോയി താമസിക്കാം അല്ലെ? 2 നമ്മൾ താമസിക്കാതെ എന്ത് ചെയ്യാം? വെൽത്ത് ഉണ്ടാക്കാം, വാടകയ്ക്ക് കൊടുക്കാം അല്ലെ? അപ്പൊ എന്ത് കിട്ടി? ആരോഗ്യം കിട്ടി, സമ്പത്തും കിട്ടി. അപ്പൊ എന്ത് കിട്ടും? ഹാപ്പിനെസ് അല്ലെ? സന്തോഷം കിട്ടി. മാത്രമോ കാലശേഷം മക്കൾക്ക് കൊടുക്കാം, ലെഗസി. അപ്പൊ നമ്മുടെ ഈ റിസോർട്ട് എന്താ? ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, 3 അല്ലെ? പ്ലസ് ലെഗസി. ഒരേപോലെ പല കമ്പനികളും പറയുന്നു, ബട്ട് ജസ്റ്റ് ചെയ്യുന്നു. പല കമ്പനികൾ പല പരസ്യങ്ങളും പറയും, ഞങ്ങളുടെ കമ്പനി ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. എവിടെ പോയി? ഈ പറയുന്ന കമ്പനികൾ എവിടെ പോയി അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തിട്ട് ഹെൽത്ത് പിടിച്ചോ, വെൽത്ത് പിടിച്ചോന്നേ, ഹാപ്പിനെസ് കാണില്ല നമ്മൾ അല്ലേ? റൈറ്റ്? ഓക്കെ, അപ്പൊ ഇത് എന്തിനടിച്ച്? ഇത് എന്തിനാ പ്രിന്റ് ചെയ്ത്? ഇത് ലീലാൻ വേണ്ടിക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ലിറ്റിക്കും മഞ്ജൂരും അഭിലാഷ് എല്ലാവർക്കും എന്ത് ചെയ്യണം? അടുത്ത ജനുവരി മാസം മുതൽ റെന്റ് കൺഫേം ആക്കണം. റൈറ്റ്? ടെൻഷൻ പാടില്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്തു? അടുത്ത നെക്സ്റ്റ്, അതായത് കമ്പനി നോക്കിയപ്പോൾ 2025 3 മാസം ബാക്കി നിൽക്കെ ടോട്ടൽ അടുത്ത വർഷം 32 കോട്ടേജുകളാണ് വാടകയ്ക്ക് കൊടുക്കേണ്ടത്. എത്ര ദിവസമുണ്ട്? 365 ദിവസം. അപ്പൊ എത്ര സ്റ്റേ വരും?
11,685 സ്റ്റേ. പെർ ഡേ എത്രയാണ്? 11,685 ഇൻറ്റു 20,000 എത്രയാണ്? 23,37,00,000 രൂപ ടോട്ടൽ റവന്യൂ. ഇത് അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുത്തിട്ട് ബാക്കി കമ്പനിക്ക് എന്ത് കിട്ടും? 20%. എത്രയുണ്ട്? 4,67,40,000 രൂപ. എന്തിനാ ടിക്കറ്റ് അടിച്ച? എന്തിനാ ടിക്കറ്റ് അടിച്ച? ലീലാമേന്റിക്ക് വേണ്ടിയല്ലേ? ആണോ? അല്ല, അഭിലാഷ് ആർക്ക് വേണ്ടിയാ? അതായത് ലീലാമേന്റിക്ക് അടുത്ത വർഷം 3 ലക്ഷം ഇൻറ്റു 12 എത്രയായി? 36 ലക്ഷം രൂപ വാങ്ങിച്ച് കൊടുത്താല് കമ്പനിക്ക് എന്ത് കിട്ടും? 4,67,40,000 കിട്ടും. ഈ പൈസ പ്രത്യേകത എന്താ? ഈ 4 കോടിയുടെ പ്രത്യേകത എന്താ? ഇപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു അല്ലേ? ഇത് എന്റെ ബിസിനസ് എന്റെ മക്കൾക്കോ ഭാര്യക്കോ ചെയ്യാൻ പറ്റിയതുമല്ല. പക്ഷേ അവിടെ റിസോർട്ട് എന്ത് ചെയ്യും? ഞാനില്ലെങ്കിലും വാടക കൊടുക്കുമ്പോൾ ഈ ഒരു ഫിഗർ എന്റെ കുടുംബത്തിന് സേഫ്. ലീലാമേൻ ഇല്ലെങ്കിലും ലീലാമേന്റെ കുടുംബത്തിന് അല്ലെ അഭിലാഷ മക്കളുടെ സേഫ് ആയില്ലേ? അല്ലേ? മന്തില് 3 ലക്ഷത്തിന് മേലെ കിട്ടുമ്പോ സേഫ് ആയില്ലേ? ഇങ്ങനെ സേഫ് ആവാൻ നിങ്ങൾക്ക് എന്തുണ്ട് കയ്യിൽ? പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ തന്നെ 2 കൊല്ലം മുമ്പ് ഞാൻ നിങ്ങളെ പോലെ ആയിരുന്നു. എന്താ പറ്റി? നെക്സ്റ്റ് അടുത്ത കൊല്ലം 2026 എന്ത് സംഭവിച്ച? 90 പണി നിന്നു. 90 കംപ്ലീറ്റ്. ഇത് നമ്മൾ 2026 വെച്ച് തീർക്കും. അപ്പോ 90 × 365 32,850 സ്റ്റേ. 32,850 20,000 65 കോടി 70 ലക്ഷം രൂപ. എനിക്ക് എത്ര ഉണ്ട്? കമ്പനിക്ക് എത്ര ഉണ്ട്? 13 കോടി രൂപ. ഇത് എന്റെ കുടുംബത്തിൽ ഞാൻ സേഫ് ആക്കി. നിങ്ങളോ ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ സംസാരിക്കാൻ അറിയാത്ത വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കറിയില്ല. പക്ഷേ 2 കൊല്ലം തീരുമാനം എടുത്തു. പഠിച്ചേ പറ്റൂ, ഗ്രോത്ത് ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് എന്തായി? 13 കോടി എല്ലാം അല്ലെ വർഷം കിട്ടാനുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കമ്പനി ആദ്യം ഓഫർ ഇട്ടപ്പോൾ എന്താ വാങ്ങിയില്ല? കാശില്ല. എന്താ കാശില്ലാത്ത? എന്തുകൊണ്ട്? പൈസ ഇല്ല കയ്യില്. നമ്മൾ കയ്യിൽ അവസരങ്ങൾ ഉണ്ടായില്ല. അല്ലെങ്കിലോ അതിനുവേണ്ടി പ്രയത്നിച്ചില്ല വേണ്ടി നിങ്ങൾ റെഡി ക്യാഷ് വെച്ചിട്ടാണ് ഭൂമിയുടെ അല്ല എപ്പോഴും നിൽക്കോ അതിനുവേണ്ടി തീരുമാനം കിട്ടിയതല്ലേ? അഭിലാഷ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നു കയ്യിൽ. മഞ്ജു എവിടെ കിട്ടി? എവിടെ നിൽക്കിയോ? ചില സാധനങ്ങൾ വെച്ച് നല്ല പിടിയില്ല. നിങ്ങൾ അറിയാതെ 3 മാസം കൂടും എന്ത് ചെയ്യും? രാവിലെ സൂമിൽ വന്നത് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ നിങ്ങൾ അത് ചെയ്യും. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഈ ഒക്ടോബർ 1 നമ്മൾ എന്ത് ഓഫർ ഇട്ടെ? ഈ 3 മാസം വൗച്ചർ സെയിൽസിലൂടെ വൗച്ചർ കിട്ടും. ഈ 3 മാസം വൗച്ചർ സെയിൽസിലൂടെ നിങ്ങൾക്കും ഒരു സമ്പന്നനാകാം. നമ്മൾ എന്തെടുത്തിട്ടു? ഇനി എല്ലാവരും ഫോക്കസ് ചെയ്യാൻ വേണ്ടി എവിടേക്കാണ്? അക്കോമഡേഷൻ പാസ്. ഒന്ന് പറഞ്ഞേ, അക്കോമഡേഷൻ പാസ്. ഇത് വിൽക്കാൻ പോകും നമ്മളെല്ലാവരും. ഇത് വിൽക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് 1 കോടിക്ക് മേലെ സമ്പാദിക്കാം. ഇവൻ ആരാ? അനിയത്തി. നമ്മളാരെ കെട്ടിക്കാൻ വേണ്ടി പോണേ? ചേച്ചിനെ. നമ്മുടെ ലക്ഷ്യം എന്താ? ഇന്നലെ റാഫി ചെയ്ത പോലെ റാഫി ഇന്നലെ പോയത് പാസ് വെക്കാനാണ്. അപ്പൊ എന്നോട് റാഫി സാറേ ഞാൻ പാസ് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്, സാർ ഒന്ന് സംസാരിച്ചേക്കുണ്ടോ? ആള് വിളിച്ചാ റെഡി. അപ്പൊ ഞാൻ പിന്നെ കാണുന്നത് ഇവരെ 1 ലക്ഷം വാങ്ങിക്കണോ? എങ്ങനെയുണ്ട്? യെസ്, ഇപ്പത്തെ അഡ്വാൻസ് ആണ് പറയുന്നത്. അപ്പൊ എന്ത് പറ്റി റാഫി? അവിടെ ഒരു ഷെയർ ഇടാൻ വേണ്ടി നമുക്ക് സംസാരിക്കാൻ പേടിയാണ്. പക്ഷെ പാസ് വെക്കാൻ എവിടെയും കഴിച്ചല്ല. കാരണം എന്താ? ഞാനൊരു റിസോർട്ടിന്റെ മാർക്കറ്റിംഗ് അല്ലെ ഒരു അഡ്വൈസർ ആണെന്ന് പറയാൻ നമ്മളിവിടെ വെച്ചോളൂ അല്ലെ. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് മറ്റ് സോപ്പ് ചീർപ്പ് കണ്ണാടി വിൽക്കണ പോലെയല്ല. നമ്മളൊരു ടൂറിസം പ്രൊജക്ട് വിൽക്കാന്ന് വെച്ചാൽ അത് കുറച്ച് മാന്യതുള്ള പരിപാടിയാണ്. യെസ് ഓർ നോ? കാരണം എന്താ? ടൂറിസം എന്നൂടെ കാശ് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടെ ആളുകൾക്കിടയിൽ അല്ലെ ബഹുമാനം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഏത്? റിസോർട്ടിന്റെ അക്കോമഡേഷൻ വൗച്ചർ അല്ലെ, ഈ പാസ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ 3 മാസം ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകണം. ക്ലിയർ? അപ്പൊ എങ്ങനെയാണ് ഇതിൽ നമുക്ക് എത്തിപ്പെടാൻ നോക്കുന്നത്? നെക്സ്റ്റ്. അപ്പൊ ഒക്ടോബർ ടു നവംബർ 30 നിങ്ങൾക്ക് ഒക്ടോബർ മുതൽ നവംബർ 30-ാം തീയതിക്കുള്ളിൽ
ഈ പാസ് 50 എണ്ണം വിറ്റാൽ ഇതിൽ നിന്ന് റെഫറൽ ബോണസ് ആയിട്ട് എത്ര കിട്ടും? എത്രയുണ്ട്? ഒരു പാസ് വിറ്റ് എത്ര കിട്ടും? 1000 രൂപ പ്ലസ് ഇൻസെന്റീവ്. ഏകദേശം ഒരു 70,000 രൂപയോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് 50 എണ്ണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1,00,000 രൂപ ഫ്രീ ആയിട്ട് ആദ്യത്തെ 200 പേർക്ക് കമ്പനി ഫ്രീ ആയിട്ട് കമ്പനി തരാം. ക്ലിയർ? എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? 50 പേർക്ക് ഇത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. അത് ഏത് രീതിയിലും കുഴപ്പമൊന്നുമില്ല. എനിവേ ഓക്കെ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യാം, ഇൻസ്റ്റാഗ്രാം, വാട്ടെവർ, ഏത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ. ഇപ്പൊ ഡെയിലി ഇതാ ഇന്ന് ഒരെണ്ണം വിളിച്ചു, 1000 രൂപ, നാളെ 2 എണ്ണം അല്ല ഒരെണ്ണം ചെയ്താൽ പോലെ എന്തുണ്ട്? ഈ ഒക്ടോബർ നവംബർ 30-ക്കുള്ളിൽ 50 എണ്ണം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 1,00,000 രൂപ. അപ്പൊ ആലോചിച്ചേ, 200 പേർക്ക് 1,00,000 രൂപ വെച്ച് കമ്പനി കൊടുത്താൽ കമ്പനിക്ക് എത്ര നഷ്ടമാണ്? എത്ര? 2 കോടി രൂപ. കമ്പനിക്ക് എവിടെ കൊടുക്കുക? കമ്പനിക്ക് ഈ മാസം എത്ര ലാഭമുണ്ട്? 4,65,00,000 രൂപ ഇത് വിറ്റാൽ. അപ്പൊ കമ്പനി എന്ത് ചെയ്തു? 2 കോടി അങ്ങനെ തോന്നും. കുഴപ്പമുണ്ടോ? കമ്പനിക്ക് 2 കോടി മതിയേ. കമ്പനിക്ക് 32 കോട്ടത്തിൽ വാടകയ്ക്ക് പോകുമ്പോൾ അതിൽ നിന്ന് 23 കോടി കിട്ടുമ്പോൾ കമ്പനിക്ക് 4 കോടി പ്രോഫിറ്റ് ഉണ്ട്. കമ്പനി എന്ത് ചെയ്തു? അതിൽ നിന്ന് 2 കോടി വിൽക്കുന്ന നിങ്ങൾക്ക് പ്ലസ് അതിന്റെ ഇൻസെന്റീവ്. കുഴപ്പമുണ്ടോ? ഇനി ഇതൊന്നും കൂടെ 50 എണ്ണം സിമ്പിൾ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് എടുത്ത് എന്താ? ഒക്ടോബർ 2025-നുള്ളിലായിട്ട് ബിക്കം എ പാട്രിയാർക്ക്. ഓർമ്മയുണ്ട? അത് പേര് പാട്രിയാർക്ക്. ഓർമ്മയുണ്ട? എന്താ പാട്രിയാർക്ക്? പാട്രിയാർക്ക് മീൻസ് 4 into 4 into 4. എത്രയാണ്? 4 into 4. എന്താ പാട്രിയാർക്ക്? നിങ്ങൾ 4 പേർക്ക് ടിക്കറ്റ് കൊടുക്കാം. 4 പേർക്ക് പാസ് കൊടുത്തു. ആ 4 പേരുടെ 4 പേർക്ക് 16 പേര് 4 പേര് 64. നിങ്ങൾക്ക് എന്ത് കിട്ടി? 1,00,000 രൂപയുടെ പാർട്ട്ണർഷിപ്പ് ഫ്രീ. എന്ത് ചെയ്താൽ മതി? വെറും 4 പേർക്ക് കൊടുത്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഒന്ന് ഒക്ടോബർ ടു നവംബറിനുള്ളിൽ എന്ത് ചെയ്യണം? 50 പേർക്ക് ഡയറക്റ്റ് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ഒക്ടോബർ 30-ക്കുള്ളിലായിട്ട് പാട്രിയാർക്ക് ആവാനായിട്ട് ആദ്യം 4 എണ്ണം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളെ പരിചയക്കാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായി? 4 പേർ കൊടുത്താൽ നിങ്ങൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? സോൾജിയർ അല്ലെ? സോൾജിയർ എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് നമ്മൾ എത്തി. ആ 4 പേരിലൂടെ 4 കോണ്ടാക്ട് എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത 4 പേർ കൊടുക്കുമ്പോൾ 16 കച്ചവടം. അപ്പൊ നമ്മൾ എന്തായി? അല്ലെ? ആ 16 പേരിലുള്ള 4 പേർ കൊടുക്കും. കോണ്ടാക്ട് എടുത്തു, നമ്മൾ വിളിച്ചു, കൊടുത്തു. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് മാമിന്റെ അടുത്ത് വന്നിട്ട് ഒരു പാസ് എടുപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടി? പ്രൊഡക്റ്റ് കിട്ടി, പാസ് കിട്ടി. 4 പേർ റെഫറൻസ് വിളിച്ചു. 3 മിനി ക്ലോസിംഗ് സ്കിൽ, 4 ഫോളോ അപ്പ് സ്കിൽ, 5 നെഗോസിയേഷൻ സ്കിൽ, 6 ക്ലോസിംഗ് സ്കിൽ. എത്ര ഉണ്ട്? 2, 4, 6. ഈ 6 കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. എന്തിനാ? ഈ വർഷം 1 കോടി രൂപ നേടാം. ആ 1 കോടി രൂപ നേടണമെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് കമ്പനിയുടെ കയ്യിലുണ്ട്, കസ്റ്റമർക്ക് വേറെയുള്ള സാധനം ഇവിടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾക്കത് വാങ്ങണമെങ്കിൽ ഈ 6 സ്കിൽ നിങ്ങൾക്ക് അറിയില്ല. യെസ് ഓർ നോ? എന്താണ്? ഈ 6 സ്കില്ലുകളും നമ്മൾ പഠിച്ചെടുക്കും. ഒരെണ്ണം പോയാൽ തീർന്നു. അപ്പൊ നമ്പർ 1, for the client to like the closer must first like the client. അതായത് ഒരു കസ്റ്റമർ നമ്മളെ ആദ്യം പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവരെ ക്ലോസ് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ലിറ്റിക്ക് കൊച്ചുമേളാൻഡിയെ ആദ്യം ഇഷ്ടപ്പെടണം. 2 കൊച്ചുമണിച്ചിക്ക് എന്ത് വേണം? ലിറ്റിയെ ഇഷ്ടപ്പെടണം. ഈ 2 ഇഷ്ടപ്പെടലുകൾ നടന്നെങ്കിൽ മാത്രമേ ലിറ്റി പറയുന്നത് കേൾക്കാൻ കൊച്ചുമണി തയ്യാറാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം എന്താ ഇവിടെ?
ലിച്ചിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും കുളിക്കില്ല. അപ്പോ കസ്റ്റമർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടാലേ അല്ലേ, ലിച്ചി വന്നു, ലിച്ചിയെ കണ്ടപ്പോൾ തോന്നി, സംഭവം നേരെ വൈകിയെങ്കിലും പ്രസന്റേഷൻ ലിച്ചി എന്ത് പറയണം? അപ്പോൾ 3 സ്റ്റെപ്പിലൂടെ വേണം നമ്മൾ പ്രൊജക്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 1, സെറ്റ് ആൻ അജണ്ട. ചെല്ലുമ്പോൾ തന്നെ ഓടിക്കേറി ചാടിക്കേറി എന്ത് പറയാൻ പാടില്ല? ചന്ദനം അത് ഇത് പറയരുത്. മാം, ഞങ്ങൾ വന്നത് ഇപ്പോൾ മാമിനിപ്പോൾ ഒരു 50 ഏജൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പം ഞങ്ങളുടെ കയ്യിൽ ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഹൈ റിട്ടേൺ കിട്ടുന്ന സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാൻ വന്നതാ അജണ്ട. എന്താണ് ഞാൻ വന്നത്? ഞങ്ങളുടെ കയ്യിൽ ഒരു റിയൽ എസ്റ്റേറ്റ്, ഒരു റിസോർട്ടിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, അതിൽ നമുക്ക് എന്ത് കിട്ടും? ഹൈ റിട്ടേൺ, സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും കിട്ടുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാൻ വന്നതാ. ഇതാണ് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത്. അപ്പൊ എന്ത് കിട്ടി? മാമിന് വേണ്ടിയിട്ടാ. കൊച്ചുമേള എനിക്ക് 50 വയസ്സ് കഴിഞ്ഞപ്പോൾ വരുമാനം ഇല്ലല്ലോ, അപ്പൊ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു റിസോർട്ടിന്റെ പാർട്ട്ണറാവാൻ പറ്റും. ഇങ്ങനെയാണോ പറഞ്ഞത്? അതിന് എടുക്കാനുള്ള കഴിവൊരുക്കുണ്ടോ, ഇവരാണോ ഡിസിഷൻ മേക്കർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ബിൽ മേടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റൂൾ നമ്പർ 3, they will listen to the closer, they believe the closer. നമ്മൾ സംസാരിക്കുന്ന ആളെ ശ്രദ്ധിച്ചാലാണ് എന്ത് പറ്റുള്ളൂ? അവര് നമ്മളെ വിശ്വസിക്കുള്ളൂ അല്ലെ? റൂൾ നമ്പർ 3, അവര് ശ്രദ്ധിച്ചാൽ അവര് വിശ്വസിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. അടുത്തതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബിറ്റ് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ വിശ്വസിപ്പിക്കേണ്ടത് ആരെയാണ്? വന്നാളെ. അപ്പൊ അന്ന് വന്ന ആളുടെ കയ്യിൽ പൈസ കൊടുത്ത് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം നമ്മൾ ഇഷ്ടപ്പെടണം. 2, നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ ചന്ദനത്തോടുള്ള നാശം അല്ലെ, അതിനെക്കുറിച്ച് വീട്ടിൽ പറയേണ്ടത്. 3, അതിനുശേഷമാണ് ആരാണ് ഈ കമ്പനി. ഓക്കെ, ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് സിൽവർ ലീഫ് ബിൽഡേഴ്സ് അല്ലെ, ഇവരാണ് ഈ കമ്പനി. ഈ കമ്പനിയാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പൊ ഇതിനോട് വന്നപ്പോ എന്തായി? ആദ്യം ചെയർമാനെ കണ്ടു, 2 MD കണ്ടു. അപ്പൊ എന്തായി? ആദ്യത്തെ നമ്മുടെ ബ്രെയിനിലെ ഫസ്റ്റത്തെ ഫിയർ സോൺ ഓൾറെഡി റെഡ് ആയിരുന്നു. അതെന്തായി? അത് ഗ്രീൻ ആയിട്ട് മാറി. അപ്പൊ എന്ത് പറ്റി? ദ ക്ലൈന്റ് ബിലീവ് ദ ക്ലോസർ ദേ വിൽ ബൈ. അപ്പൊ നമ്മൾ എന്തായി? വാങ്ങാൻ തയ്യാറാണ്. ഫസ്റ്റ് വാങ്ങാൻ തയ്യാറായി, വാങ്ങിയിട്ടില്ല, വാങ്ങാൻ തീരുമാനം എടുത്തു. പക്ഷെ ഇനി അറിയേണ്ട എന്താ? നെക്സ്റ്റ് പോയിന്റ് ആണ് ഫിയർ സെന്റർ മാത്രം എന്തായിട്ടുള്ളൂ? ഗ്രീൻ ആയിട്ടുള്ളൂ. ഇനി എന്ത് വേണം? ലോജിക് സെന്റർ. അപ്പൊ ഈ ലോജിക് സെന്ററിലേക്ക് വരുമ്പോ അടുത്തത് ലോജിക് എന്താ? കണക്കാണ്. ഇതിന് എത്ര രൂപയാണ്, ഇതിൽ ഏതിലാണ് അല്ലെ? ഇപ്പൊ ഫോണിൽ ഇപ്പൊ പൈസ ചോദിച്ചില്ലേ, നീ EMI ഇടണോ, കോട്ടേജിൽ ഇടണോ, ഞാൻ വർക്ക് ചെയ്യണം അല്ലെ? അവർക്ക് നമ്പറിന്റെ കുറച്ചുള്ള കൺഫ്യൂഷനാണ്. ലോജിക് സെന്റർ അതായത് പ്രൈസ്, ഇതിന്റെ വില എത്രയാണ്? ലോജിക് സെന്റർ. ഓക്കെ, അപ്പോൾ ലോജിക് സെന്റർ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് 85 ലക്ഷം രൂപയാണ് ഇതിന്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ 85 ലക്ഷം രൂപ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്ന് ഇതിന്റെ അല്ലെ റിസോർട്ടിന്റെ ഓണർ ആവാം 85 ലക്ഷം രൂപ കൊടുത്താൽ. 2, റിസോർട്ടിന്റെ പാർട്ട്ണർ ആകാം, 1 ലക്ഷം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ കൊടുത്താൽ പാർട്ട്ണർ ആകാം. 3, ലാൻഡ് ഓണർ ആവാം, 15 ലക്ഷം രൂപ കൊടുത്താൽ 5 സെന്റ് ഭൂമി നിങ്ങളുടെ പേരിൽ ആധാരം ചെയ്തു തരും. പോയിന്റ് നമ്പർ 4, ലാൻഡിൽ EMI അടക്കാം 15,000 രൂപ കൊടുത്ത്. പോയിന്റ് നമ്പർ 5, അക്കോമഡേഷൻ വൗച്ചർ വാങ്ങാം 20,000 രൂപയുടെ അല്ലെ? അപ്പൊ എന്തായി? ലോജിക് സെന്റർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ ആദ്യം വാങ്ങുക, ഒന്ന് ഇതില് പാർട്ണർഷിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ വൗച്ചർ വാങ്ങുകയോ ഈ സാഹചര്യത്തിൽ ചെയ്യുള്ളൂ. യെസ് ഓർ നോ? എന്തുകൊണ്ടാ പറഞ്ഞു? എന്തുകൊണ്ട് 75 ലക്ഷം രൂപ ഒറ്റയടിക്ക് എടുത്ത് തരില്ല? പൈസ ഉണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ലോജിക് സെന്റർ മാത്രമേ ഇപ്പൊ റെഡ് കടിക്കാൻ ഗ്രീൻ ആകാൻ പോകുന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതില് ഇപ്പൊ കൊച്ചുകൊണ്ടിന്റെ ഏതാ പഠിച്ചല്ലേ? ഇപ്പൊ ഏതാ എടുത്തതില് 1 lakh ആണ് അല്ലെ? 1 lakhന്റെ ഷെയർ കൊടുത്തു, വൗച്ചർ വാങ്ങി അല്ലെ? ഇത് രണ്ടും വാങ്ങി. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ 1 2 ആകും, 10 ആകും, 20 ആകും, അങ്ങനെ പോയി 85 ലക്ഷം രൂപ എടുത്തു.
കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ലിഫ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ പൈസ റെഡി ആയിട്ട് നശിപ്പിക്കല്ല, ആവശ്യമുണ്ട് അല്ലേ? വേറെ എവിടെയെങ്കിലും ദൂരത്തിലേക്ക് കളയരുത്, പൈസ ആവശ്യമുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് ഈ തരത്തിൽ ഇപ്പൊ നമ്മുടെ ലോജിക്കിൽ വന്നു അല്ലേ, ഇതിലേതാണ് ആവശ്യമുള്ളത്, ഇതിലേതാണ് ആവശ്യമുള്ളത് നോക്കിയിട്ട് എപ്പോഴും വാങ്ങുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും ചെറുത് നമ്മൾ വാങ്ങും. എന്തിനാ? ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കട്ടെ, അതല്ലേ കുറച്ചുകൂടി ഒന്ന് നോക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യും, മക്കളോട് പറയും, മറ്റുള്ളവരൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഒരു ഫുൾ റെഡി ക്യാഷ് കോട്ടേജ് വരെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് പറ്റി, ഇനി ഇത് രണ്ടാമത്തെ സെന്റർ മാത്രം പോയിട്ടുള്ളൂ അല്ലെ. അപ്പൊ മൂന്നാമത്തെ നെക്സ്റ്റ് ഇന്ന് തേർഡ് വരുമ്പോൾ എന്തായി, ഇവിടെ ഇനി ഈ 2 സെന്റർ കഴിയുമ്പോഴാണ് കുറെ സംശയങ്ങളുണ്ട്. ഇപ്പൊ എന്തുണ്ട്, ലിഫ്റ്റി കുഴപ്പമില്ല, ചെയർമാനും കുഴപ്പമില്ല, MD കുഴപ്പമില്ല, പോയാൽ 1.20 പോട്ടെ, അല്ലെ. ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. ആ സംശയങ്ങൾ വരികയാണ് ഒബ്ജെക്ഷൻ. ഇത് ഇപ്പോ ഓൾറെഡി കൊച്ചുപിള്ളേരുടെ തലയിലുണ്ട്. എത്ര സംശയങ്ങളുണ്ട്? ഞാൻ പറയാം അല്ലെ, ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണ്, എന്തൊക്കെയോ നമുക്ക് നോക്കാം, ഇതിലുണ്ടോ നമുക്ക് നോക്കാം. സംശയം നമ്പർ 1, ലാക്ക് ഓഫ് ബിലീഫ് ഇൻ ദംസെൽവ്സ്. എന്താണ് എന്താണ് അതായത് എനിക്ക് എന്തിനും വിശ്വാസമില്ല. അതായത് ആട്, തേക്ക്, മാഞ്ചിയം, അങ്ങനെ പല തട്ടിപ്പും ഇവിടെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല, ഇതെന്താണെന്ന് അറിയില്ല, എവിടേക്കാണ് പോക്കുന്നറിയില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കമ്പനി ഇതാണോ എന്നൊരു സംശയം കൊച്ചുവളാലേക്ക് ഇപ്പൊ ചെറുതായിട്ട് അവിടെ ഉണ്ട് അല്ലേ. കാരണം എന്താ, ഇപ്പോഴും പൂർണ്ണമായിട്ട് ഒരു ട്രസ്റ്റിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. കാരണം മണിക്കൂറുകളുടെ അല്ലേ നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടന്നിട്ടുള്ളൂ. അപ്പൊ ഒന്നെന്താണ്, ഇത് ആട്, തേക്ക്, മാഞ്ചിയം പോലത്തെ എന്തെങ്കിലും ആണോ, ഇത് ഞാൻ എവിടെ ചെന്നാലും എൻ്റെ പൈസ പോക്കണം, അപ്പോൾ ഇതും അതേപോലെ ആവോ എന്നുള്ള പേടിയാണ്. ലാക്ക് ഓഫ് ബിലീഫ് ഇൻ ദംസെൽവ്സ്. അപ്പോൾ കസ്റ്റമർക്ക് വരുന്ന ഒന്നാമത്തതാണ് എന്ത്, ലാക്ക് ഓഫ് ബിലീഫ്. അപ്പൊ എന്ത് ചെയ്യണം, ഇല്ലാതിരിക്കാനായിട്ട്, ഇതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ പ്ലാൻ പറയുമ്പോൾ തന്നെ എന്ത് വേണം, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ക്ലിയർ ചെയ്ത് പോകണം. കഴിയില്ല, എനിക്കതിൽ കഴിവില്ല, ഇനി ഇട്ടാൽ തന്നെയാണ് എൻ്റെ പൈസ ആരും പറ്റിച്ചുള്ളൂ, വേണ്ടെന്ന്. എന്തിനാണ് വേണ്ടാത്തന്നെ അല്ലേ, ലാക്ക് ഓഫ് എബിലിറ്റി. അപ്പൊ അതിങ്ങനെ ഹാൻഡിൽ ചെയ്യും നമ്മൾ. ലാക്ക് ഓഫ് എബിലിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യും, മറ്റുള്ളവർക്ക് കിട്ടിയുള്ള കാര്യങ്ങളും മറ്റും പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അവർക്ക് ഒരു പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ലാക്ക് ഓഫ് എബിലിറ്റി. പോയിന്റ് നമ്പർ 3, ലാക്ക് ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റ് വിശ്വാസം. ഒന്ന് നിങ്ങളിലും, 2 കമ്പനിയിലും അത് വിശ്വസിക്കണം. ലാക്ക് ഓഫ് ട്രസ്റ്റ്, വിശ്വാസമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയുടെ 25 കൊല്ലത്തെ എന്താ ഫെയ്ത്ത് ട്രസ്റ്റോ, അതും വിശ്വാസം. ഇതും വിശ്വാസം. അപ്പോ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാണാത്തതിൽ വിശ്വസിക്കുന്നതിൽ വിളിക്കുന്ന പേരാണ് ലാക്ക് ഓഫ് ഫെയ്ത്ത് അല്ലേ. ദൈവം കാണാതെ വിശ്വസിക്കുന്നില്ല. കൊച്ചുമോളിന് അല്ലെങ്കിൽ പൈസ ഇല്ല, വിശ്വാസമുണ്ട്, എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്തില്ല, ധൈര്യമില്ല. വേണോ വേണ്ട, ഇത്തരത്തിൽ ധൈര്യമില്ലായിരുന്നു. അവിടെ എന്ത് ചെയ്യണം, ആന്റി ഞാൻ ഗ്യാരണ്ടി എന്ന് ആര് പറയണം, കൊച്ചുമോളെ ഇൻവൈറ്റ് ചെയ്ത അവിടെ ലിറ്റിയുടെ ധൈര്യമല്ല വേണ്ടത്. ആരായിരുന്നു ഇൻവൈറ്റ് ചെയ്ത്, ചേച്ചി അല്ലേ. എന്താ ഗ്യാരണ്ടി, വ്യക്തതയില്ല അല്ലേ. ഇത് എപ്പോഴാണ്, എന്താണ്, ഒന്നും വ്യക്തമായിട്ടുള്ള ധാരണ കൊടുക്കാത്തത് കാരണം അവർ നമ്മുടെ കൂടെ വരില്ല. ലാക്ക് ഓഫ് ക്ലാരിറ്റി. ദ പോയിന്റ് നമ്പർ 7, ലാക്ക് ഓഫ് റെഡിനെസ്. കൊച്ചുമോളേന്റെ അന്ന് ലിറ്റ് വന്നപ്പോൾ പറഞ്ഞ് എറണാകുളത്ത് കേട്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് പറഞ്ഞു പിന്നെ അവിടെ എന്ന് പറഞ്ഞാലോ, കുറച്ച് കേട്ടെ. ലാക്ക് ഓഫ് റെഡിനെസ്. അവിടെ എന്ത് ചെയ്തു, ഇപ്പോ ഓൾറെഡി പേയ്മെന്റ് തന്നില്ലേ അല്ലേ, അത് ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു, പക്ഷെ അവിടെ റെഡി ആവാതെ വരുന്നതിന് വിളിക്കുന്ന പേരാണ് ലാക്ക് ഓഫ് റെഡിനെസ്. അപ്പൊ ഇത്തരം 7 ഒബ്ജെക്ഷൻസ് ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോ സമയം ശതമാനം കാര്യങ്ങൾ മറക്കും. പുതിയത് കേട്ടതാ, ആദ്യമായിട്ട് കേട്ടതാ. അപ്പൊ ഈ പുതിയത് കേൾക്കുമ്പോൾ ബ്രെയിൻ നിൽക്കില്ല. ഇനി ആഫ്റ്റർ 45 years 5% കാര്യങ്ങളെ ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്ത് കാര്യം ഓർമ്മ ഉണ്ടാവുന്നത്, ഇതിൽ എന്തൊക്കെയോ ഉടായ്പുണ്ട്,
ഈ സംശയങ്ങൾ, അതായത് ക്ലാരിറ്റി, കൺഫ്യൂസ്, സ്കെയർ, പേടിയാണ്, എന്തൊക്കെയോ നെഗറ്റീവ് ഉണ്ട്, അത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഫോളോ അപ്പ് എപ്പോഴും ചെയ്യണം? വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ 24 മണിക്കൂർ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആദ്യം കസ്റ്റമറെ വിളിച്ചിട്ട് ഹലോ കൊച്ചുമോളി എന്തായി നമ്മുടെ കാര്യം എന്നല്ല ചോദിക്കേണ്ടത്. ഒരു കാരണവശാലും എന്തായി നമ്മുടെ കാര്യം ചോദിക്കരുത്. കാരണം എന്താ, ഒരിക്കലും നമ്മൾ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ സെയിൽ ക്ലോസ് ചെയ്യാനാണെന്നുള്ള ധാരണയിൽ അവരെ വിളിക്കാൻ പാടില്ല. ഓക്കെ, പക്ഷെ നമ്മൾ വിളിക്കണത് എന്തിനാ? ക്ലോസ് ചെയ്യാനാണ്. പക്ഷെ അത് ആർക്ക് തോന്നാൻ പാടില്ല. ആ അല്ലേ, കൊച്ചുകളി എപ്പോൾ എത്തുന്ന വീട്ടില്? ആ ശരി, കുഴപ്പമൊന്നുമില്ല. വേറെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രോഗ്രാം നല്ലത്. ഓക്കെ, ശരി ശരി. ഓക്കെ, അതെ, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ അറിയാനാണ് വിളിച്ചത്. അത് കൊച്ചുമോളുടെ ഫുൾ പേരെന്തായിരുന്നു? ആ യെസ്, ഓക്കെ. മക്കളെത്രയായിരുന്നു? ഓക്കെ, ഇപ്പോൾ എത്ര വയസ്സായി അല്ലെ? ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് എന്നിട്ട് എന്ത് പറയണം? ഒരു ഡോക്ടറെ പോലെ കൊച്ചുമോളെ ഇന്നലെ ഒരു 1 lakh അല്ല ചെയ്തത്, അതിപ്പോൾ എന്തായാലും ഈ ഏജിൽ 1 ലക്ഷം എവിടെ എത്തില്ല. കാരണം ഇപ്പോൾ 52 വയസ്സായല്ലോ. അപ്പൊ എന്ത് വേണം? നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇത്ര ചെയ്ത് ഇന്നത് ഇത് കിട്ടും, മറ്റേത് ഇന്നത് കിട്ടും. ആ രീതിയിൽ എന്ത് ചെയ്യണം? പാടില്ല. ഓക്കെ, ദെൻ ആസ്ക് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ അവരായിട്ട് 1 മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് അവരോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ദെൻ 80% അവരുടെ ഉത്തരങ്ങൾ പറയിപ്പിക്കാം. ബാക്കി 10% മറുപടി പറയാം. അപ്പോൾ 10% ചോദ്യങ്ങൾ, ആദ്യം ചോദ്യങ്ങൾ ഉത്തരം കുറച്ച് അധികം പറയിപ്പിക്കാം. ദെൻ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് കാര്യം. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണം, ഐ ക്യാൻ ഹെൽപ്പ് യു, ഞാൻ സഹായിക്കാം. ഇതെന്ത് പറയുന്നു? 85 ലക്ഷം രൂപയുടെ കോട്ടേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വിളിക്കുമ്പോൾ അവിടെ നമ്മുടെ ബ്രെയിൻ എന്ത് വേണം? എനിക്കതിൽ നിന്ന് 7 ലക്ഷം രൂപ കിട്ടും. അപ്പം നമ്മൾ വിളിക്കുന്നത് ആരായിരിക്കണം? അവിടെ നമ്മളെ കോളിൻ്റെ അപ്പുറത്ത് കൊച്ചുമളേൻ്റെ അല്ല, ആരാ? 7 ലക്ഷം രൂപയായിരിക്കണം നമ്മൾ കാണേണ്ടത്. ക്ലിയർ? അവിടെ മറുതലക്കാരാ 7 ലക്ഷം രൂപയാണ്. ഈ 7 ലക്ഷം രൂപ ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അല്ലാണ്ട് കസ്റ്റമർ അല്ല. ഇവിടെ നമ്മുടെ കുഴപ്പം എന്താണെന്ന് അറിയോ? നമ്മൾ പലരും സംസാരിക്കുമ്പോൾ ഒരു കസ്റ്റമറോട് എന്താ പോലെ സംസാരിക്കും. നോ, അവിടെ മറുതലക്കാരാ 7 ലക്ഷം രൂപ ഇരിക്കുന്നുണ്ട്. ആ 7 ലക്ഷം എന്നിലേക്കാൾ ഞാൻ എന്ത് ചെയ്യണം? എക്സാമ്പിള്, വീട്ടിൽ മിക്സി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോൾ വരുന്നത്. ആരെ? ലിറ്റിനെ അങ്ങോട്ട് വിളിച്ചു. ആ സമയത്ത് എന്ത് വേണം? മിക്സി ഓഫ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ചെയർ ഉണ്ടാവും. അവിടെ ഒരു ഓഫീസിൽ എന്ന പോലെ ഇരുന്ന് വേണം സംസാരിക്കാൻ. കാരണം എന്താ? നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ അവർ കാണുന്നില്ല, പക്ഷേ അതേ കോൺഫിഡൻസ് വേണം സംസാരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് നമ്മൾ എടുക്കാൻ പറ്റാത്ത സമയമാണ് എടുക്കരുത്. പക്ഷെ എന്ത് വേണം? എടുക്കാൻ പറ്റുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള സീറ്റിൽ ഇരുന്നുകൊണ്ട്, കിടന്നോ അല്ലെങ്കിൽ മറ്റുള്ള സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കിടന്നുകൊണ്ട് കൊടുക്കുക, എന്താ കുഴപ്പം? കിടക്കുമ്പോൾ സംസാരിക്കുന്നതും ഇരിക്കുമ്പോൾ സംസാരിക്കുന്നതും നിൽക്കുമ്പോൾ സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. എന്താ കാര്യം? എല്ലാം ഡിഫറെന്റ് അല്ലെ? കസ്റ്റമർക്ക് അത് ചെവിയിൽ കേട്ടിട്ട് കൊത്തി വലിച്ചെടുക്കാൻ പോകണം. ആ തരത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, യെസ്, നെക്സ്റ്റ്. അപ്പൊ കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന 4 രീതിയുണ്ട്. 1 സ്കിൻ ക്വസ്റ്റ്യൻ, 2 ബോൺ ക്വസ്റ്റ്യൻ, 3 ബ്രെയിൻ ക്വസ്റ്റ്യൻ, 4 ഹാർട്ട് ക്വസ്റ്റ്യൻ. അത് നമുക്ക് അടുത്ത ദിവസം സൂമിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് ചെയ്ത് വെച്ചോ. സ്കിൻ ക്വസ്റ്റ്യൻ പറഞ്ഞേ, ബോൺ ക്വസ്റ്റ്യൻ, ബ്രെയിൻ ക്വസ്റ്റ്യൻ, ഹാർട്ട് ക്വസ്റ്റ്യൻ. ഈ 4 ചോദ്യങ്ങൾ, ഈ 4 ചോദ്യങ്ങളാണ് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കാറ്. ഓക്കെ, അത് നാളെ ക്ലിയർ ചെയ്ത് കേട്ടോ. ദ നെക്സ്റ്റ് പോയിന്റ്, സീക്രട്ട് നമ്പർ 2, യൂസ് ടെക്നോളജി. ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരാണ് ടെക്നോളജി ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ടെക്നോളജി നെക്സ്റ്റ്. അപ്പോൾ അതിൽ പറയുന്നത് 6x6x6 മെത്തേഡ്. അതായത് ഈ ഒരു മെത്തേഡാണ് നമ്മൾ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അതും നമുക്ക് നാളെ ഷെയർ ചെയ്താൽ തീരില്ല. കുറച്ച് 1 മണിക്കൂറോളം ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ 6x6 ഫോളോ. കസ്റ്റമർ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. നമ്പർ 2, ടെക്നോളജി, യൂസ് ടെക്നോളജി. രണ്ടാമത്തെ പോയിന്റാണ് യൂസ് ടെക്നോളജി.
അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേ സൂമിൽ കൂടെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെഗോസിയേഷൻ സീക്രട്ട് മൂന്നാമത്തെ അടുത്ത പോയിന്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് കസ്റ്റമറെ പ്രസന്റേഷൻ കൊടുത്തു, 2 ഒബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്തു, 3 മിനി ക്ലോസിംഗ്, 4 ഫോളോ അപ്പ്, 5 negotiation. What is negotiation? What is negotiation? Someone else is already having that. You have to learn negotiate. അതായത് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്തോ ഇത് മറ്റൊരാളെ. ഒന്ന് പവർ ഓഫ് സെൽഫ് അവയർനെസ്. അതായത് ഇത് ഈ ഒരു നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഒന്നൊരു എക്സാമ്പിൾ മാമിന് തന്നെ പറയാട്ടോ. അതായത് കൊച്ചുമേളാൻ്റെ 200 ലക്ഷം ക്ലോസ് ചെയ്തു. ഇതെന്താണ്? മിനി ക്ലോസിംഗ് ആണ് അല്ലേ? ഇനി എന്താ വേണ്ടത്? നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇവർക്ക് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ. അവർക്ക് നെഗോസിയേഷൻ എന്താ? നമ്മുടെയൊക്കെ ധാരണ നെഗോസിയേഷൻ എന്താ? പീശാണ്, പീശ അല്ലെ? എങ്ങനെയല്ലേ അല്ല അല്ലെ എന്ന് പറയുന്നത്? ഹലോ, 1 കിലോക്ക് 200 രൂപ മത്തി ചേട്ടാ, 150 രൂപ തരും അല്ലേ? നെഗോസിയേഷൻ. നോ. 2 പവർ ഓഫ് മാർക്കറ്റിംഗ് കണ്ടീഷൻ, 3 പവർ ഓഫ് ടൈമിംഗ്, 4 പവർ ഓഫ് ഇൻഫർമേഷൻ, 5 കസ്റ്റമർ നീഡ്, 6 പവർ ഓഫ് ബ്രാൻഡ്, 7 പവർ ഓഫ് ടൈറ്റിൽ, 8 പവർ ഓഫ് ഫെയിം. എന്തോ സോറി, പവർ ഓഫ് ഇൻഫർമേഷൻ, മാർക്കറ്റിംഗ്, കോമ്പറ്റീറ്റർ, ഇൻഡസ്ട്രിയൽ, കസ്റ്റമർ നീഡ്. ഓക്കെ, ഇത് റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ പഠിക്കേണ്ട സംഭവം. ഇതിന് ഇത്ര സമയം കൂടെ നിൽക്കാൻ നോക്കിയത് നടപടി ആകുന്നില്ല. അല്ലേ? സൂമിൽ കൂടെ തന്നെയല്ലേ അല്ലേ? ഈ ഒരു വർഷം തീരുമ്പോൾ 1 കോടി എങ്ങനെയാണ് കിട്ടണമെന്ന് അറിയണോ? വേണ്ടേ? 1 കോടി എങ്ങനെ വാങ്ങണമെന്ന് അറിയണ്ടേ? പഠിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പാട്രിയാക്ക് ആയിക്കൊണ്ട് 1 ലക്ഷം രൂപ പാർട്ട്ണർഷിപ്പും നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു കോട്ടേജ് വിറ്റ് കഴിഞ്ഞാൽ റെഡി ക്യാഷ് വിൽക്കണമെങ്കിൽ എത്ര കിട്ടും? റെഡി ക്യാഷ് വിറ്റാൽ 4,25,000 രൂപ അതിൻ്റെ റെഫറൽ ബോണസും പ്ലസ് 2,30,000 രൂപ വരുമ്പോൾ ഏകദേശം 7 ലക്ഷം രൂപയാണ് നമുക്ക് ഒറ്റ സിംഗിൾ കോട്ടേജ് ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്. ഓക്കെ, ഇനി അതേസമയം 1 ലക്ഷം രൂപയുടെ ഷെയർസ് ആണെങ്കിലോ എത്രയായി? 5,000 രൂപ. ഓക്കെ ആണോ? അപ്പോൾ 1 ലക്ഷം ഷെയർ ആണെങ്കിൽ 5,000 രൂപ. അതേസമയം ഫുൾ എമൗണ്ട് ആണെങ്കിൽ 7 ലക്ഷം രൂപ. സെയിം 2 എണ്ണാണെങ്കിൽ ഈ മാസം അല്ലേ? 2 എണ്ണാണെങ്കിൽ ഇവിടെ എത്രയായി? 7 എന്നുള്ളത് 14 ലക്ഷം, ഇവിടെ 5 എന്നുള്ളത് 10,000 രൂപ. അപ്പൊ ഇവിടെ ഈ ഒരു പ്ലാന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലെവൽ പ്ലാൻ ആണ്. പക്ഷെ എന്തില്ല, മറ്റുള്ള രീതിയിൽ പോലും ലൂസേഴ്സോ അല്ലെങ്കിൽ തരാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഒറ്റ സെയിൽ വന്നാൽ എന്ത് കിട്ടും? അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തരും. ഒറ്റ സെയിൽ വന്നാൽ 1 ലക്ഷം സെയിൽ കൊണ്ടു എത്ര കിട്ടി? 5,000. 2 കൊണ്ടു എത്ര കിട്ടി? 10,000. 3 കൊണ്ടുവന്നു 3 15,000. 4 20,000 പ്ലസ് 3,500 ഇൻസെന്റീവ്, ടോട്ടൽ 23,600. അതായത് ഓരോ ലക്ഷം രൂപയുടെ 4 ഷെയർസ് കൊണ്ടുവന്ന കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 23,600. സെയിം 4 റെഡി ക്യാഷ് ആണെങ്കിലോ 30,500,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 റിസോർട്ടുകൾ വിൽക്കും 30 ലക്ഷം രൂപ വേണമെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാക്കാം. 4 പേരെ കണ്ടുപിടിച്ചാൽ മതി. പണമുള്ള 4 പേരെ കണ്ടുപിടിച്ചാൽ 30 ലക്ഷം രൂപ. എത്ര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം? 30 ലക്ഷം രൂപ നേടിയെടുത്ത് നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? എത്ര? അല്ല, നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? ഒന്നും വേണ്ട, 4 പേരെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ? 4 പേരെ കണ്ടുപിടിച്ച കിട്ടുന്ന എമൗണ്ട് 30,500,000 രൂപ. ഇനി അതല്ല 4 ഓരോ ലക്ഷം രൂപയാണെങ്കിൽ 23,600 രൂപ. ക്ലിയർ? ഇനി 4 വൗച്ചർ ആണെങ്കിലോ? അപ്പൊ ഇതിന്റെ കൂടെ ഈ പ്രാവശ്യം വൗച്ചറും കൂടെ നമുക്ക് സെല് ചെയ്യാം. അപ്പോ നമ്മൾ 4 വൗച്ചർ വിറ്റാൽ എത്ര കിട്ടി? 4,080 രൂപ. അപ്പൊ ഈ മാസം എന്ത് ചെയ്തു? 4 വൗച്ചർ വിറ്റു, 4 ആളുകളുടെ ഷെയർ ലഭിച്ചു.
വൗച്ചർ വിറ്റ് എന്താകണം? ഓട്ടോമാറ്റിക്കലി ഷെയർസ് ആയിട്ട് മാറും. അപ്പോൾ വൗച്ചറിന്റെ 4080 മറ്റേതോ ബാക്കെടുത്ത് 23,600. ഓക്കെ, വൗച്ചറിന്റെ 4080 കിട്ടി, ഇതിന്റെ 23,600 കിട്ടി. ക്ലിയർ? അപ്പൊ 4 പേർക്ക് ഓരോ ലക്ഷം രൂപയുടെ ഷെയർസ് കൊടുത്ത് 23,600, 4 പേർക്ക് ഓരോ വൗച്ചർ എടുപ്പിച്ച കിട്ടുന്ന തുക 4,080. ഇനി ഈ 4 പേരെ കൊണ്ടും റെഫറൻസ് മേടിച്ച് നമ്മൾ എന്ത് ചെയ്യും? 4 പേരിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ ഇറങ്ങണം. നമ്മളിത് പഠിച്ചിട്ട് അവരിലേക്ക് ഇറങ്ങുമ്പോൾ 1 ലക്ഷം, 4 പേരും 4 × 4 16 സെയിൽ ഓരോ ലക്ഷം നടക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 58,000 രൂപ. ഇവിടെ എന്ത് ചെയ്തു? ആ 4 പേരെ 4 റെഫറൻസ് എടുത്ത് അവരിലേക്ക് കിട്ടിയ എമൗണ്ടാണ് 58,000 രൂപ. ഇനി അതേസമയം ആ 4 പേർക്ക് വെറും വൗച്ചറിന് കൊടുക്കുമ്പോഴോ എക്സ്ട്രാ 4,640 രൂപ. 4 × 4 അല്ലേ? നെക്സ്റ്റ് ഈ 16 പേർക്ക് സെയിം തന്നെ വൗച്ചർ കൊടുത്തു. അപ്പൊ എത്ര കിട്ടി? 7,680. അപ്പൊ എത്ര സെയിലായി? 64. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ആരായി? പാട്രിയാക്. ഓക്കെ, ആ പാട്രിയാക് നിങ്ങൾക്ക് എത്ര എക്സ്ട്രാ? 1 ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടി. അത് എന്ത് ചെയ്താൽ മതി? 4 × 4 × 4 3 പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ കിട്ടിയ എമൗണ്ട് 7,680 പ്ലസ് 1 ലക്ഷം രൂപ. അതേസമയം നമ്മുടെ കോട്ടേജിന്റെ ഷെയർ 1 ലക്ഷം രൂപയുടെ ആണെങ്കിൽ 81,900. അപ്പൊ ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നത് 9-ാം തീയതിയാണ്. അടുത്ത 21 ദിവസം കൊണ്ട് 4 × 4 3 പ്രാവശ്യം 4 അടിച്ചാൽ കോട്ടേജിന്റെ ഷെയർസ് കിട്ടുന്ന എമൗണ്ട് 1,63,500 രൂപ. റൈറ്റ്? അതേസമയം വൗച്ചർ ആണെങ്കിലോ 1,16,400. ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? 2,79,900 രൂപ. അപ്പൊ ചോദ്യം, ഈ 2,79,900 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി?